ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 തുടങ്ങിയിട്ട് വായിച്ചതാണ്. ഒരു പ്രാവശ്യം ചിന്തിച്ച വചനഭാഗം തന്നെയാണ്. അലറിക ശരഘനാറികതേ ദിശല്ലവാനറിവന ഹർപ്പച്ചോട ബർബാരിക്കം പ്രകാശരകന ഹർഗദീഹ ശൽബാർന്ന്. സാറാ മിസ്റ്റർ മ്യൂട്ടാണേ, അൺമ്യൂട്ട് ചെയ്തിട്ട് വായിക്കേ. യെശയ്യാവ് 6:1 ഉസ്സീയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഓരോരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്നും പറഞ്ഞു. മതി സിസ്റ്റർ, ബാക്കി അപ്പോ മതി. ഇവിടെ നമ്മൾ കാണുന്നത് ഉസ്സീയ രാജാവ് കാണുന്നൊരു ദർശനമാണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഭാഗം തന്നെയാണ്. പക്ഷെ അവിടെ നമ്മൾ കാണുന്നത് ഇവിടെ ദൈവത്തിന്റെ മഹത്വമാണ് യെശയ്യാവ് ദർശിക്കുന്നത്. ഉസ്സീയ രാജാവല്ല, യെശയ്യാവ് കാണുന്നത്. അപ്പം ഇവിടെ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുന്ന നിമിഷത്തിൽ തന്നെ യെശയ്യാവിനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം കണ്ട യെശയ്യാവ് ആ മഹത്വം കണ്ട സമയം തന്നെ, അവിശുദ്ധി കണ്ട സമയത്ത് യെശയ്യാവിന്റെ അശുദ്ധിയെ തിരിച്ചറിയുക. ഹല്ലേലൂയ. ഇവിടെ അങ്ങനെയാ കാണുന്നത്. നമ്മൾ ഇവിടെ പറയുന്നത് ഞാൻ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം ഇരിക്കുന്ന ഞാൻ കണ്ണു, അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. ഹല്ലേലൂയ. അപ്പം ആ മഹത്വം കാണും. വസ്ത്രത്തിന്റെ വിളുമ്പ് ദൈവത്തിന്റെ മഹത്വം, ഹല്ലേലൂയ, ആ മന്ദിരത്തെ നിറച്ചിരിക്കുക. ആ മഹത്വം കണ്ടപ്പോഴത്തേന് യെശയ്യാവ് പേടിച്ച് വിറയ്ക്കുകയായിരുന്നു. യെശയ്യാവിന് എന്താണ് കുറവെന്ന് യെശയ്യാവ് തിരിച്ചറിയുന്ന ഭാഗമാണ് ഇവിടെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് തന്നെ സംഭവിക്കണം. നമ്മൾ ദൈവത്തിന്റെ മഹത്വം കാണുന്ന സമയത്ത് നമ്മൾ എന്ത് അശുദ്ധി ഉണ്ടെന്നാ തിരിച്ചറിയണം. നമ്മൾ ഓരോ ദിവസം പ്രാർത്ഥിക്കാൻ ദൈവസന്നിധി ഇരിക്കുന്ന സമയത്ത്, ഓരോ ദിവസം നമ്മൾ വചനം കേൾക്കുന്ന സമയത്ത് എന്താ നമ്മൾ എന്താണ് എന്നൊരു തിരിച്ചറിവ് ബോധം നമുക്കുണ്ടാകണ്ട. ഇവിടെ യെശയ്യാവ് പറയുന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്നത് എന്താ പറയാ, അവിടെ പറയുന്ന അയ്യോ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. അത് കാരണം എന്താ? ഒരിക്കൽ മോശ ദൈവത്തെ കാണാൻ ദൈവം പറഞ്ഞെന്താ, നിനക്ക് എന്നെ കാണാൻ പറ്റത്തില്ല. കാരണം ഒരു മനുഷ്യന്റെ കാണാൻ കഴിയില്ല. കണ്ടാതി മരിച്ചു പോകുന്നു പറയുന്നത് കൊണ്ട് തന്നെ ഇവിടെ വിചാരിക്കുന്നത് ഞാനിത് കണ്ടുപോയെന്നു, ഞാൻ മരിച്ചു പോകുമായിരിക്കുന്നു വിചാരിച്ച് തന്നെ ഇത് പറയുന്നത്. അവിടെ പറയുന്നത്, അടുത്ത് പറയുന്നത്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ളൊരു മനുഷ്യൻ. അപ്പൊ എൻ്റെ അധരങ്ങൾക്ക് ശുദ്ധിയില്ല. കാരണം അതിനു മുമ്പ് നമുക്ക് യെശയ്യാവിന്റെ ഇത് വായിക്കാൻ, അവർക്ക് കുറ്റം ഇവർക്ക് കുറ്റം, ഇത് കുറ്റം എന്നെല്ലാം വിളിച്ചു പറയുന്ന യെശയ്യാവ്. അപ്പൊ അതുകൊണ്ട് അധരങ്ങൾക്ക് എന്താ ശുദ്ധിയില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ഓരോന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന മനുഷ്യരുടെ എൻ്റെ അധരങ്ങൾക്ക് ശുദ്ധിയില്ല. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഹല്ലേലൂയ, ഓരോ പ്രഭാതത്തിലും നമ്മളിലുള്ളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരം, നമ്മുടെ അധരങ്ങൾക്ക് ശുദ്ധി ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. കാരണം വെച്ചാ നമ്മൾ ഈ കാണുന്ന കേൾക്കുന്ന എല്ലാം വിളിച്ചു പറയും ഒരിക്കൽ നമ്മുടെ യേശുകർത്താവ് പറയുന്ന മനുഷ്യൻ അകത്തേക്ക് പോകുന്നതൊന്നുമല്ല, അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത്ര അവനെ അശുദ്ധനാക്കുന്നതെന്ന് പറയും. അപ്പൊ നമ്മുടെ അകത്തുനിന്ന് പുറത്തേക്ക് എന്തെല്ലാം വരുന്നതെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കാരണം ഹൃദയത്തെ ദുഷിച്ചിട്ട് ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന അതിരം സംസാരിക്കുന്നത് പറയുന്നത്. അപ്പൊ നമ്മുടെ വായിന്ന് അരുതാത്തത് വാക്കുകൾ വരും. നമ്മൾ മനുഷ്യരാ. വ്യക്തിയാന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ ഞാൻ പറയും അവര് ദൈവമായിരിക്കും. കാരണം വെച്ചാൽ നമ്മളൊക്കെ മനുഷ്യരാണെങ്കിൽ നമ്മുടെ വായെന്ന് അറിയാതെ എന്തെങ്കിലുമൊക്കെ പുറത്ത് ചാടും. ഇൻ കേസ് ഞാൻ നേരത്തെ പറയുന്നതൊക്കെ ഇനി വാ കൊണ്ട് പറയാൻ പറ്റാത്ത സ്ഥിതിയിൽ അപ്പോൾ ഇരിക്കുന്ന അവസ്ഥയാണ്, ഹൃദയത്തിലെങ്കിലും പറയും. കാരണം എന്താ വെച്ചാൽ അത് മനുഷ്യനാണെങ്കിൽ അവന് വികാരങ്ങൾ ഉള്ളവനാണ്. ഹ്യൂമൻ ബീങ്. അപ്പൊ ആ വികാരങ്ങൾ ഉള്ള മനുഷ്യരാണെങ്കിൽ നമ്മൾ പ്രതികരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി കൊണ്ട് ഒരേ കരണത്തടിച്ച് മറുകരണം കാണിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു യേശു കർത്താവിനെ ഫോളോ ചെയ്തെന്നൊക്കെ. പക്ഷെ നമ്മൾ യേശുവിന്റെ ഫോളോവറാണ്, ക്രിസ്ത്യാനികളാന്നൊക്കെ പറയുന്നത് വെച്ചാൽ നമ്മളെ കരണത്തൊക്കെ അടിച്ചാൽ നമ്മൾ മറ്റേ കാരണം കാണിച്ചു കൊടുക്കുമോ? എന്താന്ന്
അന്നേരം അറിയാം. ഹല്ലേലൂയ. കാരണം അടിച്ചിട്ടില്ല, അടി കിട്ടിയാലറിയാം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അപ്പൊ ഇവിടെ പറയുന്ന ഇവിടെ യെശയ്യാവ് ഹല്ലേലൂയ ആദ്യം തിരിച്ചറിഞ്ഞത് സ്വന്തം അത്തരത്തെ തന്നെ തിരിച്ചറിഞ്ഞത്. അല്ല, ശുദ്ധിയില്ലാത്ത തരമുള്ള ഒരു മനുഷ്യൻ. നമ്മൾ ഓരോരുത്തരും അല്ലെ, നമ്മളുടെ അശുദ്ധി എന്താണ്? നമ്മൾ എവിടെ, എല്ലാവർക്കും ചിലപ്പോൾ വായായിരിക്കും, ചില ആൾക്കാർ മിണ്ടത്തിൽ എന്തെല്ലാം പറഞ്ഞാലും ഹാലേലിയ വാവ് തുറന്ന് ഒരക്ഷരം പറയത്തില്ല. പക്ഷേ അവർ മറ്റെവിടെയെങ്കിലും ആയിരിക്കും അവർക്ക്. ഇവിടെ യശയാവിന്റെ സ്വഭാവം ശുദ്ധിയില്ലാത്ത അതരമുള്ള ഒരു മനുഷ്യനാണ്. ഇപ്പൊ എന്നെക്കുറിച്ചും പറഞ്ഞ ദൈവത്തിനോട് ഞാൻ പറഞ്ഞു, കർത്താവ് എന്റെ നാവിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എനിക്ക് ഹാലേലിയ ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഇന്ന് ഞാൻ പരാജയമാണ്. ഹാലേലിയ ആ കാര്യത്തെ അപ്പൊ നമുക്ക് കാണാൻ കേക്ക് നമ്മൾ പ്രതികരിച്ചു പോകുന്ന ഒരു സ്വഭാവമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ ശുദ്ധിയില്ലാത്ത അതരമുള്ള ഒരു മനുഷ്യൻ. ഇന്നലെ ദൈവം എനിക്ക് വചനം ഹാലിക്കുമ്പോൾ ഞാൻ ഇന്നലെ അറിയാണ്ട് വീണ്ടും ഇങ്ങനെ എന്താ പറയാ പറഞ്ഞതിന് തിരിച്ച് പറഞ്ഞു കഴിയണമെന്ന് ഞാൻ ഒരു കർത്താവേ, ഞാൻ പിന്നെയും പരാജയമാണല്ലോ. ഹാലയില്ല, വീണ്ടും ഞാൻ പരാജയപ്പെട്ടല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ മോൾ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഹാലയില്ല പരാജയപ്പെട്ടെന്ന് പറഞ്ഞത് കർത്താവിന് സ്നേഹമൊന്നും കുറയത്തില്ല. ഞാൻ പറഞ്ഞു, അതെനിക്കറിയാം, എൻ്റെ സ്നേഹമുള്ള ദൈവത്തിൻ്റെ സ്നേഹമൊന്നും, പക്ഷെ ഞാൻ വീണ്ടും ഈ പരീക്ഷയ്ക്കകത്ത് തന്നെ കടന്ന് വീണ്ടും ഈ എക്സാം പാസ്സാകണം, അതാണ് എൻ്റെ പ്രശ്നം. അപ്പൊ ഇത് ഹാലേലിയ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പരാജയപ്പെടുന്ന, അപ്പൊ ഞാനുള്ളത് ഇങ്ങനെ പരാജയപ്പെട്ടു പോലും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇരിക്കുമ്പോഴാണ് ദൈവം എനിക്ക് വചനം നാളത്തേക്ക് എനിക്ക് സംസാരിക്കും, എന്ത് വചനം ഈ വചനം. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നോട് തന്നെ സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ ഹാലേലിയ യശയ്യാവ് ആദ്യം തന്നെ ശുദ്ധിയില്ലാത്ത അതരമുള്ള ഒരു മനുഷ്യൻ ആര്? ഞാൻ തന്നെയാണ് ശുദ്ധി. അടുത്ത് പറയുന്നത്, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. ഹാലേലൂയ. ആമീൻ. എൻ്റെ മാതരത്തിന് ശുദ്ധിയില്ല, പക്ഷെ ശുദ്ധിയില്ലാത്ത അതരമുള്ള ജനത്തിന്റെ ഇടയിൽ വസിക്കുന്നു. ഹാലേലൂയ. അപ്പൊ ശുദ്ധിയില്ലാത്ത ജനത്തിന്റെ ഇടയിൽ വസിക്കുന്നത്. അപ്പൊ എന്റെ ചുറ്റുപാടും നിൽക്കുന്നവർ അതരത്തിന് ശുദ്ധിയില്ല, അല്ലെങ്കിൽ ആ ജനത്തിന് ശുദ്ധിയില്ല. അതരത്തിന് മാത്രം, അപ്പൊ ജനത്തിന് ശുദ്ധി, ആ ശുദ്ധിയില്ലാത്ത അതരമുള്ള ജനത്തിന് ഇടയിൽ വസിക്കുന്നത്. യശയ്യാവ് എന്തുകൊണ്ട് വിളിച്ചു പറഞ്ഞ, അമ്മേ കാള തന്റെ യജമാനെ അറിയുന്നു, കഴുത തന്റെ പുൽത്തൊട്ടി അറിയുന്നു, എന്റെ ജനവും ദൈവത്തെ അറിയുന്നു, ഇതൊക്കെ പറയാൻ കാര്യം എന്താ? ഈ ജനം തെറ്റിപ്പോയി കിടക്കുകയാണ്. അപ്പൊ അവരെ കാണുമ്പം വായടച്ച് വെക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പറയാം, അപ്പൊ ശുദ്ധിയില്ല അതരങ്ങളുടെ ഉള്ള മനുഷ്യരുടെ ഇടയിൽ വസിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ അതരത്തിന് ശുദ്ധിയില്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തെ കണ്ടുപോയല്ലോ. എവിടെ പറയുന്നത്? പക്ഷേ ജനങ്ങളെ വസിക്കുന്നത്, എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കണ്ണ് സൈന്യങ്ങൾ ദൈവമായ യഹോവ എങ്ങനെയാ മഹത്വത്തെ നിറഞ്ഞിരിക്കുന്ന വിശുദ്ധനായ ദൈവത്തെ ഞാൻ കണ്ടുപോയല്ലോ. ഇതാണ് യശയ്യാവിനെ ഭയപ്പെടുത്തിയത്. യശയ്യാ പറയുന്നത്, ഞാൻ തീർന്നു, മരിച്ചു. എന്താ വെച്ചാൽ അവിടെ നമുക്ക് ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബും പറയുന്നല്ലേ, ഇത്ര നാളെ ഞാൻ കേട്ടത് മാത്രം, അയ്യോ ഞാൻ കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇയ്യോബും പറയുന്ന അതാ, ദൈവത്തെ കണ്ടുപോയപ്പോഴത്തേന് പൊടിയിൽ കിടക്കുന്ന അതുപോലെ ദൈവത്തെ കാണുമ്പോൾ ഭയത്തോടെ അവരെല്ലാം കണ്ടിരുന്നു. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ സാന്നിധ്യത്തിലെല്ലാം അവർ ഭയപ്പെട്ടു. കാരണം വെച്ചാൽ അവർ തിരിച്ചറിഞ്ഞ് എന്താ വെച്ചാൽ അവർ എന്താണെന്നുള്ള ബോധ്യം അവർക്കുണ്ടായത്. നമ്മളിവിടെ പരിശുദ്ധാത്മ അഭിഷേകമൊക്കെ ഇറങ്ങി അതിനകത്ത് കിടന്ന് നീന്തി കുളിച്ചാലും ചിലപ്പോൾ നമ്മൾ നമ്മുടെ കുറവൊന്നും തിരിച്ചറിയത്തില്ല. നമ്മൾ അവിടെയൊക്കെ അയ്യോ അഭിഷേകം കിട്ടി, അത് കിട്ടി, ആ കൃപാവരം കിട്ടി, ഇത് കിട്ടി എന്ന് പറഞ്ഞ് അഹങ്കരിക്കുകയാണ്. പക്ഷേ അശുദ്ധി നമ്മളുടെ അവിശുദ്ധനായ ദൈവം ഓരോ സമയം നമ്മളെ സ്പർശിക്കുമ്പോഴും, ഓരോ സമയം ആ ദൈവമായിട്ട് നമ്മൾ എൻകൗണ്ടർ ചെയ്യുമ്പോഴും നമ്മൾ എന്താ മനസ്സിലാക്കണം? നമ്മുടെ അശുദ്ധി എന്താ നമ്മൾ തിരിച്ചറിയണം. ഈ അശുദ്ധി എന്താ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ദൈവസേന നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു മാനസാന്തരം വേണം, അല്ലെങ്കിൽ ദൈവസേന അതിനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള മനസ്സ് വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ തള്ളിക്കളയുന്ന ദൈവമാണോ? നീ അശുദ്ധന, അല്ല നീ തെറ്റുവരുന്നത് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വീണ്ടും ഞാൻ പരാജയപ്പെടും, കർത്താവ് ഞാൻ പരാജയം, നീ മാറി നിൽക്കും, നിന്നെ വേണ്ടെങ്കിൽ വേറെ ആളെ എടുത്തവിടെ വെക്കാമെന്ന് വിചാരിക്കും ദൈവം. ഒരിക്കലല്ല. കർത്താവിന്റെ സ്നേഹം എന്താ വെച്ചാൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വരുമ്പോൾ നമ്മളെ കൂടുതൽ ദൈവം ചേർത്ത് പിടിക്കുന്ന ദൈവം നമ്മുടെ ഭാഗം. എന്നുവെച്ചാൽ പാപങ്ങളെ കുറിച്ചല്ല ഞാൻ. അപ്പൊ നമ്മുടെ ഭാഗത്തു നിന്നും കുറവ് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഞാനൊരു തെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഞാനൊരു പാപിയാണ്, അല്ലെങ്കിൽ ഞാനൊരു എനിക്കൊരു കുറവ് വന്നു പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ കുറവുകളെ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിലേക്ക്, കർത്താവ് എനിക്ക് ഇത് കുറവ് വന്നു പോയല്ലോ കർത്താവ് പറയണമെങ്കിൽ കർത്താവ് നമ്മളെ തള്ളിക്കളയുന്ന ദൈവമല്ല. ഇവിടെ യശയ്യാവ് പറയുന്ന, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ള മനുഷ്യനാണ്, ഞാൻ നശിച്ചു എന്നൊക്കെ പറയുമ്പോൾ ദൈവം എന്നാ നീ മാറി നിൽക്കും, ഞാൻ അടുത്ത ആളെ നോക്കട്ടെ എന്നാണോ പറഞ്ഞത്? ആണോ? അല്ല. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അശുദ്ധരാണ് നമ്മൾ തിരിച്ചറിഞ്ഞ ദൈവം നമ്മളെ ശുദ്ധീകരിക്കുക ചെയ്യുന്നത്. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ സാധ്യമല്ല. അങ്ങനെയല്ലേ വചനം പറയുന്നത്? അല്ലേ?
ശുദ്ധീകരണം. അപ്പൊ ശുദ്ധീകരണം ആവശ്യമാണ് നമുക്ക്. നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം ആവശ്യമാണെങ്കിൽ ദൈവം എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഹാലയിൽ ഇവിടെ തൊട്ടടുത്ത വാക്യം പറയുന്നു. ആമേ ഹാല ഇവിടെ പറഞ്ഞു, ഞാൻ ശുദ്ധാതരമുള്ള മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങൾ ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വായിക്കാം സാറാ സിസ്റ്റർ. അപ്പോൾ ഉം. സാറാഫോൻ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനിലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അതെന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം. ആ ശുദ്ധി ഇല്ലാന്ന് തിരിച്ചറിഞ്ഞ്, അശുദ്ധിയെ തിരിച്ചറിഞ്ഞ് ഹാലലിയ യെശയ്യാവ് നിലവിളിച്ച സമയത്ത് എന്താ സംഭവിക്കുന്നത്? നീ മാറി നിൽക്ക്, നിന്നെ പോലെ മറ്റൊരാളെ ചൂസ് ചെയ്യാന്നല്ല പറഞ്ഞേ. അപ്പോൾ തന്നെ എന്താ പറയാ, അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ സാറാഫോൾ ഒരുവൻ ഒരു തീക്കല്ലിൽ എടുത്തുകൊണ്ട് വന്ന് പറന്ന് വന്ന് അതരത്തെ തൊട്ട്. എന്താ ശുദ്ധിയില്ലെന്ന് യെശയ്യാവ് പറഞ്ഞത്? എൻ്റെ അതരങ്ങൾ ശുദ്ധിയില്ലാത്ത അതരമുള്ള ഒരു മനുഷ്യൻ എന്നാ പറഞ്ഞു ഹാല. അപ്പൊ ഒരു തീക്കൽ എടുത്തുകൊണ്ട് ആ അതരത്തെ തൊട്ട് ഹാല എന്താ ശുദ്ധീകരിക്കുന്നു. അപ്പം അശുദ്ധി എവിടെയാണെന്ന് യെശയ്യാവ് തിരിച്ചറിയാം. നമുക്കൊക്കെ അശുദ്ധി ചിലപ്പോൾ നമ്മുടെ കണ്ണിലായിരിക്കും, ചിലപ്പോൾ കാതിലായിരിക്കും, ചിലപ്പോൾ ഹൃദയത്തിലായിരിക്കും ഹാലല്ലേ. നമ്മുടെ അല്ലെ കൈക്കൽക്കായിരിക്കും. എവിടെയാണ് നമ്മുടെ അശുദ്ധി നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവസേന ഏൽപ്പിച്ചു കൊടുത്താൽ അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ദൈവം അതിനെ ശുദ്ധീകരിക്കുക ചെയ്യുന്നത്. ഇവിടെ തീക്കലെടുത്തുകൊണ്ട് യെശയ്യാവിന്റെ നാവിനെ തൊട്ടു അതിനെ ശുദ്ധീകരിച്ച് എന്താ, കർത്താവിന് ഒരാളെ ആവശ്യമുണ്ട് കർത്താവിന് ഒരു മിഷൻ നിന്നെ ഏൽപ്പിക്കാനുണ്ടെങ്കിൽ നീ അശുദ്ധിയോടുകൂടി ഇരിക്കുമ്പോൾ ദൈവം അത് നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കത്തില്ല. അതിന് ആദ്യം നിന്നെ എന്താ ചെയ്യുന്നത്? നിന്നെ ശുദ്ധീകരിക്കും, നിന്നെ വിളിക്കും, നിന്നെ വേർതിരിക്കും, നിന്നെ തിരഞ്ഞെടുക്കും. ഇതെല്ലാം തിരഞ്ഞെടുപ്പും വിളിയും ഇതെല്ലാം കഴിഞ്ഞാലും ഒരു മിഷൻ നിന്റെ കയ്യിലേക്ക് തരണമെങ്കിൽ നമ്മുടെ മേലെല്ലാം നമ്മൾ ശുശ്രൂഷയ്ക്ക് ചെയ്യുന്നവരാണ്. ഒരു ശുശ്രൂഷ അധികം ചെയ്യാൻ ആഗ്രഹം, പക്ഷെ ഒരു ശുശ്രൂഷക്കാരത്തിയായി ഒരു ശുശ്രൂഷക്കാരനെ നിന്നെ മാറ്റണമെങ്കിൽ ദൈവം നിന്നെ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ശുശ്രൂഷ എടുത്ത് കയ്യിലേക്ക് തരില്ല. നമ്മൾ എന്ത് കുറവുണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ ആദ്യം ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. ഇവിടെ ആ ശുദ്ധീകരണം നടക്കും. എന്താ, ചാർക്കോൾ വന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഒരു തീക്കല്ലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറഞ്ഞു, അതെന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, ഇത് നിന്റെ അതരങ്ങളെ തൊട്ടാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ അകൃത്യത്തെ മാറ്റി പാപത്തിന് പരിഹാരം ചെയ്തു. അതിനുശേഷമാണ് ഹല്ലേലൂയ. എന്താ വായിക്കാവോ? അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക. അതെ സിസ്റ്റർ, അതെ അതെ, ഇവിടെ നമ്മൾ വായിക്കുന്ന ഹാലലിയ. അപ്പൊ ഇവിടെ എന്താ പറയാ, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു ഹാലലിയ. അപ്പം ശുദ്ധീകരണം ശേഷമാണ് ഹാലേലിയ ആരെ അയക്കുന്ന ശബ്ദം തന്നെ യെശയ്യാവ് കേൾക്കുന്നത്. ഹാലൂയ. അത് ദൈവത്തിന്റെ ശബ്ദം കേട്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ ശുദ്ധീകരണം കഴിയുന്നുണ്ടേ ദൈവം ഒരു മിഷൻ ഏൽപ്പിക്കാൻ പോകുന്നു. അതിന് ആരെ അയക്കേണ്ട ചോദിച്ച വാക്ക് ഹാലയില് യെശയ്യാവ് കേൾക്കുന്നു. അവിടെ പറഞ്ഞ് അടിയനെ അയക്കണമെന്ന് കാരണം നമുക്കറിയാം യെശയ്യാവിന് പ്രവാചകൻ എന്ന് തന്നെ ആരംഭത്തിൽ യെശയ്യാവ് പ്രവചിക്കുന്നതൊക്കെ തന്നെ, അല്ലെങ്കിൽ മറ്റുള്ളവർ ജനത്തോട് ആലോചന അറിയിക്കുക എല്ലാം ചെയ്ത്. പക്ഷെ ഇവിടെ ദൈവത്തിന് യെശയ്യാവിനെ കൊണ്ട് ആവശ്യമുള്ള സമയത്ത് എന്താ, ദൈവത്തിന്റെ മഹത്വം ദർശിക്കുന്ന ഒരു ദർശനം ഉണ്ടാകുകയും ചെയ്യുന്നത്. ഇതുണ്ടായ സമയത്ത് അവിശുദ്ധനായ ദൈവത്തെ കണ്ട സമയത്ത് യെശയ്യാവിനെ അശുദ്ധിയെ തിരിച്ചറിഞ്ഞു ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഏൽപ്പിച്ചു കൊടുത്ത സമയത്ത് ദൈവം എന്താ ചെയ്യുന്നത് വെച്ചാൽ യെശയ്യാവിനെ അശുദ്ധി എവിടെയാണ് അത് വിശുദ്ധീകരിക്കുന്നത്. അവിടെ ശുദ്ധീകരണം നടത്തുന്നു. നടത്തിയതിനു ശേഷം ദൈവം ഒരു മിഷന് വേണ്ടി യെശയ്യാവിനെ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷക്കാരനായി അല്ലെങ്കിൽ ഒരു പ്രവാചകനായി ജനത്തോട് അറിയിക്കുന്ന ആലോചന അറിയിക്കാൻ വേണ്ടി യെശയ്യാവിനെ യോഗ്യനാക്കി മാറ്റുന്നു.
ഹാലിയെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന്. പലപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയാത്തതിന്റെ കാര്യം എവിടെയൊക്കെയോ നമ്മൾ വീണ്ടും അശുദ്ധീകരിക്കുന്നു എന്ന് വെച്ചാൽ എല്ലാവരും പാപികളാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ നോട്ടങ്ങളിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ എവിടെയെങ്കിലും ഒക്കെ അശുദ്ധി ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ മിഷൻ ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ. അവിടെ നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടും പോലെ പ്രയോജനപ്പെടും നമ്മളിൽ നിന്ന് വേണ്ടും പോലെ ഒരു ശുശ്രൂഷക്കാരത്തിൽ പുറത്ത് വരുന്നില്ലെങ്കിൽ അതിന് അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ദൈവമേ എന്താ എന്നെ ഉപയോഗിക്കത്തെ, എന്താ എന്നെ ഉപയോഗിക്കാത്തെന്നല്ല, എവിടെയാണ് എനിക്കൊരു കുറവുള്ളതെന്ന് ഞാൻ തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് എന്നിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് വേണം, ദൈവസ്ഥനെ നമ്മൾ ഏൽപ്പിച്ചു കൊണ്ട് നമ്മൾ ഇന്ന് നമ്മൾ ശനിയാഴ്ച ദിവസമാണ് നമ്മൾ ആത്മാവിൽ അന്യഭാഷാ പ്രാർത്ഥന എന്നാ തന്നെ. അപ്പൊ ഈ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ ഇരിക്കുന്നിടത്ത് എല്ലാവരെയും അനുഭവിച്ചറിയാം. ഈ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളോട് ദൈവം എന്താ സംസാരം, നമ്മൾക്ക് ഹൃദയത്തിൽ നമ്മൾ എന്താ കുറവുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും ഞാൻ പറയാം ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്ന മാത്രമല്ല, അവിടെ നിന്ന് തീ കൊണ്ടാണ് ശുദ്ധീകരിച്ച് ഇന്ന് പരിശുദ്ധാത്മ കൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കും. ശുദ്ധീകരിക്കും മാത്രമല്ല, നമ്മൾ ദൈവത്തിന്റെ ആഗ്രഹം എന്താ നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മൾ എന്തിനു വിളിച്ചിരിക്കുന്നു, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലേക്ക് നമുക്ക് കയറാൻ പറ്റും. നമ്മൾ ഇപ്പൊ 100 ദിവസമായിട്ട് 1 അവർ അന്യഭാഷാ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മൾ പ്രാർത്ഥന ഉച്ചയ്ക്ക് ക്ലോസ് ചെയ്യുന്ന ദിവസമാണ്. 100 ദിവസം 100 മണിക്കൂർ 1 അവർ വെച്ചിട്ട് 100 ഡേയ്സ് 100 അവേഴ്സ് എന്ന് പറയുമ്പോൾ 100 അത് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ 100 അവേഴ്സ് ദൈവസന്നിധി ഇരുന്നു. എന്താ അന്യഭാഷയെ പ്രാർത്ഥിക്കും, മനുഷ്യരുടെ ദൈവത്തോടത്തെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ നമുക്ക് വേണ്ടി തുടർന്ന് ദൈവത്തോട് നമുക്ക് പക്ഷേ ഇതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ ഇത്രയും ദിവസം ഇത്രയും മണിക്കൂർ ദൈവം വെറുതെ നമ്മളെ കൊണ്ട് അന്യഭാഷയെ പ്രാർത്ഥിപ്പിക്കത്തില്ല. പ്രാർത്ഥിപ്പിച്ചെങ്കിൽ അവിടെയെല്ലാം ദൈവത്തിന് എന്തോ പർപ്പസ് ഉണ്ട്. പക്ഷെ ഈ പ്രാർത്ഥനയിൽ നമ്മൾ നമ്മുടെ കുറവുകളെ കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, നമുക്ക് എവിടെയെങ്കിലും ശുദ്ധീകരണം വേണമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന് അത് ഏൽപ്പിച്ചു കൊടുത്താലാണ് ദൈവത്തിന് നമ്മളെ ശുദ്ധീകരിക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പറയും, ദൈവം കയറി തന്നെത്താനെ അങ്ങ് ചെയ്യത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയണം, നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം, നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കണം. ദൈവമേ എനിക്ക് ഒരു കുറവുണ്ട്, ഞാൻ തനിയെ ശ്രമിച്ചിട്ട് എനിക്ക് പലപ്പോഴും ഞാൻ പരാജയപ്പെട്ടു പോവുകയാണ്, എന്നെ അതിൽ നിന്ന് എന്നെ ഒന്ന് പുറത്തുകൊണ്ട് എന്നെ പൂർണ്ണമായിട്ട് അതിൽ നിന്ന് മാറ്റി തരണമെന്ന് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ ദൈവം നമുക്ക് വേണ്ടി ചെയ്യത്തുള്ളൂ. ശുദ്ധീകരണം. അപ്പൊ ഞാൻ പറയാം എപ്പോഴും രക്ഷ ഫ്രീയാ. അതാരും ചോദിച്ചിട്ടൊന്നുമല്ല ദൈവം തന്നേക്കുന്നത്, ദൈവം കണ്ടവർക്ക് തന്നേ. പക്ഷെ അതിനുശേഷമുള്ള പ്രോസസ്സിങ് ഫ്രീ അല്ല. നമ്മൾക്ക് നമ്മളും ദൈവത്തിന്റെ പ്രോസസ്സിങ്ങിലൂടെ ഒക്കെ കടന്നു പോകണം. നമ്മുടെ ലൂക്കോസിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിക്കാവോ? ലൂക്ക് ചാപ്റ്റർ 5 വേഴ്സ് 8. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ നമുക്കറിയാം യേശു കർത്താവ് ഗെന്നസറത്ത് തടാകത്തിന് അവിടെ ചെല്ലുമ്പോൾ വചനം കേൾക്കാം. അവിടെ പത്രോസിന്റെ ഒരു പടകുണ്ടായിരുന്നു. അത് ചോദിച്ച് യേശുവിൽ കയറുന്ന പ്രസംഗിച്ച് അത് കഴിഞ്ഞ ശേഷം പത്രോസിനോട് ഒരു മീൻപിടുത്തം കൊടുത്ത് പത്രോസിന്. ഹല്ലേലൂയ. 5-ാം വാക്യം തുടങ്ങി വായിച്ച നമുക്ക് കുറച്ചുകൂടെ ഉണ്ടാവും. അല്ല 5 സോറി 3 തുടങ്ങി വായിച്ചോ സിസ്റ്റർ. ആ പടകുകളൊന്നിൽ പടകൾ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്നുത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറാകുവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വലിയൊരു മഹത്വം വെളിപ്പെടുന്ന അവിടെ നമ്മൾ കാണുന്നത് അല്ലേ?
ആ പടകിലേക്ക് പടക് നിറയത്തക്ക രീതിയിൽ മീൻ അടുത്തുള്ള പടകുകളെ കൂടെ പിടിച്ച് വലിച്ചു കയറ്റുന്നത് മീൻ പിടുത്തം സംഭവിച്ച സമയത്ത് ശീമോൻ പത്രോസ് മനസ്സിലാക്കി അറിയിച്ച ദൈവത്തിന്റെ മധുര. ശീമോൻ അത്രയും നാളായിട്ട് ആ കടയിൽ അധ്വാനിക്കുന്ന മനുഷ്യരാണ്. എപ്പം മീൻ കിട്ടും, എപ്പം മീൻ കിട്ടുന്നത്, എവിടെ മീൻ കിട്ടും എന്നെല്ലാം അറിയുന്ന ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തു ഇവിടേക്ക് ഒരു വല വീശാൻ പറഞ്ഞപ്പോഴത്തേനും അവിടേക്ക് വല ഇറക്കാൻ വല മുങ്ങുമാറാകുന്ന രീതിയിലേക്ക് മീൻ കയറിയപ്പോൾ ശീമോൻ അറിയുന്നത് നോർമൽ കയറിയതൊന്നും അല്ല, ഈ വന്ന ആളുടെ മഹത്വമാണ് ഇവിടെ വെളിപ്പെട്ടതെന്ന്. പറഞ്ഞവന്റെ മഹത്വമാണ് വെളിപ്പെട്ടതെന്ന് മനസ്സിലാകും. ഈ മഹത്വം വെളിപ്പെട്ട സമയത്ത് അവൻ ശീമോന് അയ്യോ എനിക്ക് കുറെ സംഭവം ദൈവം എന്നെ അനുഗ്രഹിച്ച് ഞാൻ വലിയ സംഭവമാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ നന്മ കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി കൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ നെഗളിക്കുകയല്ല ചെയ്തത്. ആ കണ്ടോ, നിങ്ങൾക്ക് വല്ലതും കിട്ടി, എനിക്ക് കിട്ടിയത് കണ്ടില്ല, എനിക്ക് ദൈവം ഇന്നതൊക്കെ തന്നു, എനിക്ക് വലിയ കാറ് തന്നു, വീട് തന്നു, എനിക്ക് ഈ സൗകര്യങ്ങളൊക്കെ തന്ന് എൻ്റെ ശുശ്രൂഷ കണ്ടോ, ഇതൊക്കെ എന്നെ ഭയങ്കര ഉയർത്തിയെന്നല്ല ശീമോൻ പത്രോസാണ് പറഞ്ഞത്. ഇത് കണ്ട സമയത്ത് ശീമോൻ പത്രോസ് ഒരു കാര്യം അതെ ഓടിച്ചെന്ന് കാൽക്ക് വേണ്ടി, കർത്താവ് ഞാൻ പാപി, എന്നെ വിട്ട് പൊക്കോണേ. അവിടെ ശീമോൻ എന്താണ് ശീമോൻ തിരിച്ചറിയുക ചെയ്യുന്നത്. നമ്മളൊക്കെ പറയും ദൈവം അനുഗ്രഹിക്കുന്നതെല്ലാം ഭയങ്കര നല്ല ആൾക്കാരായോണ്ട് അനുഗ്രഹിക്കുന്നതെന്ന് പറയും. ഹല്ലേലൂയ. അവന്റെ കണ്ണൊന്ന് തുറക്കാൻ വേണ്ടിയിട്ട് ദൈവം പലപ്പോഴും ചില അനുഗ്രഹിക്കുന്നത്. ചില ആൾക്കാർ പറഞ്ഞ ദൈവം അനുഗ്രഹിച്ച് ഞെട്ടിക്കുന്ന ദൈവമാണ്. പക്ഷെ ചില സമയത്ത് അനുഗ്രഹിച്ച് ഞെട്ടിക്കുമ്പോൾ എന്താ തോന്നേണ്ടത് വെച്ചാൽ ഞാൻ ഇതിന് യോഗ്യൻ ആണോ ദൈവമേ, നീ എന്തിന് എത്രത്തോളം സ്നേഹം എന്നോട് കാണിക്കുന്നത് എന്നുള്ള തോന്നൽ, നമ്മൾ എന്താണെന്ന് യഥാർത്ഥമായിട്ട് തോന്നൽ നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാകണം. അല്ലേ? ചില ആൾക്കാർക്ക് അനുഗ്രഹമൊക്കെ കുറേ സമ്പത്തൊക്കെ കിട്ടാൻ, കുറച്ച് കാശോ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുമ്പം അവരെന്താ ചെയ്യുന്നത്, ഞാനങ്ങ് ഭയങ്കര നന്മ ചെയ്ത് പുണ്യാളനായതുകൊണ്ട് ദൈവം എന്നെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ ചിന്തയാണല്ലേ. ഹല്ലേലൂയ. പക്ഷേ ദൈവം മനുഷ്യന്റെ കണ്ണ് തുറക്കുക. ഇവിടെ പത്രോസിന് ഉറപ്പായിട്ടറിയാം ഇത് വന്ന് എങ്ങനെ ഈ മീൻകൂട്ടം കയറി എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി. പോയി കാൽക്കൽ വീണു. നമ്മളെ ദൈവം ഓരോ ദിവസവും നമ്മളെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ദൈവത്തിന്റെ പക്കൽ അനുഗ്രഹം മാത്രമേ ഉള്ളൂ കേട്ടോ, തിന്മ ഒന്നുമില്ല. ഈ അനുഗ്രഹം നമ്മളിലേക്ക് എത്ര പേര് ഈ കാൽക്കൽ ചെന്നൊന്ന് വീഴുന്നുണ്ട്. എന്നിട്ട് കർത്താവേ ഞാനല്ല, എനിക്ക് കുറവുണ്ട്, ഞാൻ പാപി, അല്ലെങ്കിൽ എനിക്ക് ഈ യോഗ്യതയില്ല എന്ന് പറയാൻ മനസ്സ് കാണിക്കുന്നുണ്ട് നമ്മൾ. നമ്മൾ കർത്താവിന്റെ മഹത്വം എപ്പോൾ വെളിപ്പെട്ടാലും, കർത്താവിന്റെ സന്ധി എപ്പോൾ നിറഞ്ഞു വന്നാലും ഹല്ലേലൂയ, ഇത് കാണുമ്പോഴെല്ലാം എന്താ വേണ്ട, നമ്മളെ തിരിച്ചറിയണം, നമ്മുടെ കുറവുകളെ തിരിച്ചറിയണം. ഓരോ ദിവസവും നമ്മൾ വചനം കേൾക്കുമ്പോൾ, ഓരോരുത്തർ വചനം നമ്മളോട് സംസാരിക്കുമ്പോൾ, ഒരു മെസ്സേജ് നമ്മൾ കേൾക്കുമ്പോൾ, അവിടെ ആ മെസ്സേജ് നമ്മൾ എന്താ മനസ്സിലാക്കണം, നമ്മൾ എന്താണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കേണ്ടത്. സത്യം നിങ്ങൾ അറിയാൻ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വചനം പറഞ്ഞു. ഈ സത്യം എന്താ, ദൈവത്തിന്റെ വചനം ഇത് അറിയുമ്പോൾ നമ്മൾ സ്വതന്ത്രരാകുന്ന എങ്ങനെ സ്വതന്ത്രരാകും, നമ്മളുടെ കുറവുകൾ തിരിച്ചറിയുമ്പോൾ, നമ്മളതിനെ വേണ്ടാതെ പറഞ്ഞ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ടിരിക്കുക. എവിടുന്ന് സ്വാതന്ത്ര്യം വെച്ചാൽ ആ അടിമത്തത്തിൽ നിന്ന് നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്ന് പറയുമ്പോഴും ഇന്നും ആ അന്ധകാരത്തിന്റെ പിടിയിൽ തന്നെ കിടക്കുക, ആ അടിമത്തിൽ തന്നെ കിടക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം സജു മാത്യു ഒരു പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിൽ മുടിയനായ പുത്രനെ കുറിച്ച് പറഞ്ഞു. ഹാലേലിയ, ആ പുത്രൻ എന്തുണ്ടായെന്ന് വെച്ചാൽ അവനവിടെ വെച്ച് സുബോധം ഉണ്ടായെന്ന് എഴുതിയിരിക്കുന്നത്. സുബോധം വന്നിട്ട് അവൻ ചിന്തിക്കുന്നത്, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ഹാലേലിയ അനേകം തിന്നെയും കുടിക്കാനും ഒക്കെ കൊണ്ട് ഞാനിവിടെ എന്തിനാ കിടക്കുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് അപ്പൻ്റെ അടുക്കിലേക്ക് പോയിട്ട് എന്താ പറയുക, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി, ഞാൻ അപ്പൻ്റെ മകനെന്ന് വിളിക്കാൻ യോഗ്യനല്ല എന്ന് ആമ പറയും എന്ന് തീരുമാനിച്ചിട്ട് എന്താ ചെയ്തെന്ന് വെച്ചാൽ അവിടെ അദ്ദേഹം പറഞ്ഞൊരു വാക്കിങ്ങനെയുണ്ട്. അദ്ദേഹം തീരുമാനിച്ചിട്ട് അവനെ പന്നിക്കൂട്ടത്തിൽ തന്നെ കിടക്കുകയില്ല, അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഹാലേലി അപ്പന്റെ ഭവനത്തിലേക്ക് പോയി. ഇന്ന് പലപ്പോഴും നമുക്ക് ചിന്തയുണ്ട്, എന്താ ഞാൻ പാപിയാണ് ചിന്ത വരും, അല്ലെങ്കിൽ ഞാൻ ഇന്നതാണ്, എനിക്ക് കുറവുണ്ട്, പിന്നെയും കിടക്കുന്നില്ല, പന്നിക്കൂട്ടം തന്നെ കിടക്കുക, അവിടെ എഴുന്നേൽക്കുന്നില്ല, അപ്പന്റെ അടുക്കലേക്ക് ചെല്ലുന്നില്ല. അപ്പൻ ഇങ്ങോട്ട് വന്നെന്നല്ല പറഞ്ഞേക്കുന്നത്. ആ ഒരു വാക്ക് തന്നെ ഭയങ്കര നമുക്ക് എല്ലാവർക്കും എനിക്ക് ഇന്ന കുറവുണ്ട്, ഇന്നതാണ് എന്ന് പറയും. പക്ഷെ ഇതിൽ തന്നെ പിന്നെയും അതിൽ തന്നെ കിടക്കാതെ അവരവിടുന്ന് എഴുന്നേറ്റു. യശയാപ്രവാചന പുസ്തകത്തിൽ തന്നെ പറയുന്നേ, എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ പ്രകാശം വന്നത് ഇപ്പൊ ഉണ്ട്, പക്ഷെ നീ എഴുന്നേറ്റാലേ അത് പ്രകാശിപ്പിക്കത്തുള്ളൂ. ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന ആരെയും പ്രകാശിപ്പിക്കാൻ നല്ല എഴുന്നേറ്റ് നീ എഴുന്നേൽക്കണം എന്നാ പറഞ്ഞത്. അവിടെ അതുപോലെ ആ മനുഷ്യന് എന്താ ചെയ്ത, ആ മകൻ അവിടെ നിന്ന് എഴുന്നേറ്റു, അവരപ്പന്റെ ഭവനത്തിലേക്ക് നടന്നു.
അല്ല, അപ്പന്റെ അടുക്കിലേക്ക് ചെന്നു. ഹാലലിയ. അപ്പൊ അപ്പൻ വന്ന് എന്താ പറയാ, അവന് തോൾ കെട്ടിപ്പിടിക്കുന്നു. മകനല്ല, അപ്പൻ വന്നു. അപ്പൊ അപ്പനോട് പറയുന്നു, ഞാനിങ്ങനെ ആമേ നിന്നോട് തെറ്റ് ചെയ്തു അത്രയും പറയുമ്പോഴത്തേന് അപ്പൻ മോനെ പിടിച്ച് അകത്ത് കൊണ്ടുപോകുന്നില്ല അവിടെ. അപ്പോഴത്തേനും ജോലിക്കാരെ വിളിക്കുന്നു, പറയും ഇവന്റെ വസ്ത്രം, ഇവരെ കുളിപ്പിക്കും, ഇവന്റെ വസ്ത്രം മാറ്റ്, ഇവന് പുതിയ ചെരുപ്പിട്, ഇവന്റെ കയ്യിൽ മോതിരയിട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ശുദ്ധീകരണം അവിടെ നടക്കുന്നുണ്ട്. വന്ന പന്നിക്കുട്ടി കിടന്ന് അതേ രീതിയിൽ പിടിച്ച് അകത്ത് കൊണ്ടുപോകത്തില്ല. ഒരു കഴുകൽ, ഒരു വസ്ത്രം മാറൽ, ഇതെല്ലാം അവിടെ നടത്തിയിട്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കിടന്ന് എവിടെ, ചേറ്റിലല്ലയോ ഞാൻ കിടന്നത്, നാറ്റം വല്ലിയാനും വമിച്ചെന്ന പാട്ട് പാടുമ്പോൾ ശരിയാ, ചേറ്റിൽ കിടന്നിട്ട് നാറ്റം വമിച്ചെടുത്ത് ദൈവം നമ്മളെ ശുദ്ധമാക്കി എടുത്തേക്കാണ്. ആ ശുദ്ധമാക്കി എടുത്തേക്ക് നിർത്തി നമ്മൾ വീണ്ടും പോയാൽ ചേറ്റി കിടക്കരുത്. അല്ലെങ്കിൽ നമ്മൾ ഒരു പാപം ഉണ്ടെന്നോ അല്ലെങ്കിൽ കുറവുണ്ടെന്നോ മനസ്സിലായ അത് വെച്ചുകൊണ്ട് ഇതെനിക്ക് കുഴപ്പമില്ല കേട്ടോ, ഇതുകൊണ്ട് എനിക്ക് അങ്ങ് അഡ്ജസ്റ്റ് ഇതങ്ങ് പോകാം എന്ന് വിചാരിക്കില്ല. നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ട കാര്യം, നമ്മൾ എന്ത് അശുദ്ധി ഉണ്ടെന്നുള്ള കാര്യം, ആ ബോധം നമ്മുടെ ഉള്ളിലേക്ക് വരണം. നമ്മൾ ഓരോ സമയത്ത് അതിനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കും, ദൈവം നമ്മളെ ശുദ്ധമാക്കും. അല്ലെ, ഈ വചനം ഞാൻ പറയും ദൈവം എന്നോട് തന്നെ ഇടപെടുന്നത് എനിക്കറിയില്ല. ഞാൻ പറയാം എൻ്റെ സിറ്റുവേഷൻ ഞാൻ ഇതിപ്പോൾ ദൈവം ഇടപെട്ടത്. അപ്പൊ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവ് ദൈവസേനയിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മളെ മാറ്റി നിർത്തുന്ന ദൈവമല്ല, നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മളെ വീണ്ടും ആമേ ഈ അപ്പൻ മകനോട് കാണിക്കുന്നത് പോലെ നീ അവിടെ കടന്നില്ല, നീ എൻ്റെ എല്ലാം കൊണ്ട് നശിപ്പിച്ചല്ല, ഞാൻ തന്നെല്ലാം നീ കൊണ്ട് കളഞ്ഞതല്ലേ എന്നല്ല ചോദിച്ചത്. നമുക്ക് തന്നിട്ടുള്ള കൃപകൾ, കൃപാവരങ്ങൾ, നമുക്ക് തന്ന ശുശ്രൂഷ, ഇതൊക്കെ നമ്മൾ നഷ്ടമായി പോയിട്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോലും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒരു നിലവിളിയോട് ഒരു കുറ്റബോധമല്ല, ഒരു പാപബോധത്തോട് നമ്മൾ കടന്നു ചെല്ലുമെങ്കിൽ കർത്താവ് നമ്മളെ വീണ്ടും നമ്മളെ അതിന് യോഗ്യരാക്കി മാറ്റും. ഇവിടെ യശാവിനെ അതരത്തെ എന്തുവാണ് അശുദ്ധി ഒന്ന് യശാവ് തിരിച്ച് അതരത്തെ തൊട്ട് ശുദ്ധമാക്കുക. ഇവിടെ പത്രോസ് പറയുന്ന കാരണം എന്നെ വീട്ടിൽ പോകണം, ഞാൻ പാപിയ. ഭർത്താവ് എന്നാ ശരിയാ, നീ പാപിയ, നീ പറഞ്ഞില്ലേ, ഇവിടെ കടാ ഞാൻ പോവാ എന്ന് പറഞ്ഞ് പോയോ? ഇല്ല. ഹാലേലുയ, ആമീൻ. എന്താ പത്രോസ് എന്ന് പറഞ്ഞാൽ എന്നെ വിട്ടു പോവും, ഞാൻ പാമ്പിയാണെന്നാ പറയുന്നത്. കാര്യം അപ്പൊ കർത്താവ് അത് കേട്ടപ്പോൾ മോനെ ശരിയടാ, നീ ഇത്രയും പറഞ്ഞില്ല, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പോവുകയല്ല ചെയ്ത്. ഹാലേലുയ. അവർക്കുണ്ടായ മീൻ പിടുത്തത് അവനും അവനോട് കൂടുതൽ എല്ലാവർക്കും സംഭവം പിടിച്ചത്. ഷീമോന്റെ കൂട്ടാളി യാക്കോബ് യോഹന്നാൻ സബദി മക്കൾക്ക് അവിടം തന്നെ. യേശു ഷീമോനോട് ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നതിനാകും എന്ന് പറഞ്ഞ് പിന്നെ അവർ പടകുകളെ കരക്കടിപ്പിച്ച് സകലം വിട്ട് അവനെ അനുഗമിച്ചു. കർത്താവ് ശരിയാടാ മോനെ, നീ പാവിയല്ലേ, ശരി എന്നാ ശരി ഞാൻ പോട്ടെ, അടുത്തുള്ള നോക്കാന്നല്ല പറഞ്ഞത്. ഹാലേലൂയ. കർത്താവരോടൊന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ എന്താ പറയാ, എന്നും പറഞ്ഞു ഞാൻ നിന്നെ മീൻ പിടിക്കാനല്ല മനുഷ്യരെ പിടിക്കുന്നതിനാക്കാന്ന് പറഞ്ഞു. അതെല്ലാം കേട്ട വഴി അവർ ലാസ്റ്റ് എന്താ സംഭവിക്കുന്നത്, പടകും മീനും എല്ലാം അവിടെ കളഞ്ഞിട്ട് നേരെ കർത്താവിന് പിന്നാലെ പോയി ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവ് ഇങ്ങനെയാണ്. നമ്മൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് കർത്താവ് എനിക്കിതേ ഉള്ളൂ, അല്ല ഞാൻ ഇന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ദൈവം അവിടുന്ന് കളഞ്ഞിട്ട് പോത്തില്ല ദൈവം. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷത്തിനകത്തുണ്ട് ഒരു സെഞ്ചുറിയെ കുറിച്ച് പറയുന്നത്, ശതാധിപനെ കുറിച്ച് പറയുന്നുണ്ട്. ശതാധിപൻ എന്ത് പറയുന്നത്, എൻ്റെ പുരയ്ക്കകത്ത് നീ യോഗ്യനല്ല എന്ന് പറഞ്ഞു. ശരി, നീ യോഗ്യനല്ല കേട്ടോ, അതുകൊണ്ട് നീ വന്ന കാര്യം വേറെ ആരോടെങ്കിലും പറയുന്നല്ല പറഞ്ഞത്. ഹല്ലേലൂയ. അവിടെ അയാളുടെ വിശ്വാസം കണ്ടിട്ട് അടുത്ത് നമ്മൾ മനോഹയെ കാണുന്ന നമ്മൾ മറ്റേ എന്താ പറയാ ഷിംഷോന്റെ മാതാവ്. ഹല്ലേലൂയ. അവിടെയും അവരും ദൈവത്തെ കണ്ട് പേടിക്കുക ചെയ്യുന്ന അവരും പറയുന്നത്, അയ്യോ ദൈവത്തെയാണ് കണ്ടതെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ മരിച്ചു. ഹല്ലേലൂയ. ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ മരിച്ചു പോകാന്ന പറഞ്ഞത്. യോബിന്റെ പുസ്തകം യോബ് പറയുന്നത് 42-ാം അധ്യായത്തിൽ 5-6 വാക്യം വായിച്ച് യോബ് പറയുന്നത് കാര്യം അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഓരോ സ്ഥലത്തും നമുക്ക് യോഹന്നാൻ വെളിപ്പാടിനകത്ത് യോഹന്നാൻ എന്താ യശാവ് കണ്ടതുപോലെ യോഹന്നാനും കാണാം കർത്താവിന് എന്താ പറയാ, രാജാതിരാജൻ കർത്താതി കർത്തായിട്ടാ യോഹന്നാൻ എന്താ പറയാ, കിടക്കുന്നു മരിച്ചതുപോലെ താഴെ വീണ്. കാരണം അവിടെ എല്ലായിടത്തും ദൈവത്തിന്റെ സാന്നിധ്യം വന്നപ്പോൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ ആർക്കും അത് കണ്ടിട്ട് അതിനെ അതിജീവിക്കുമെന്ന് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. കാരണം വെച്ചാൽ അത്രത്തോളം അവർ ആ ഒരവസ്ഥയിൽ ഭയപ്പെട്ട് ദൈവത്തെ കാരണം വെച്ചാൽ വിശുദ്ധനാ ദൈവത്തെ കാണുമ്പോൾ എല്ലാ മനുഷ്യരും അശുദ്ധരാണെന്ന് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ ദൈവസന്നിധി എളിഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. എന്തിനു പറയുന്നത് നമ്മുടെ സക്കര്യാവ് പുരോഹിതൻ എന്താ ഒരു ദൂതരെ കണ്ടതേ ഉള്ളൂ. അപ്പോഴത്തേന് പുള്ളി പേടിച്ച് വിറച്ചു പോയി. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ മുഖാമുഖമായി കണ്ട ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ മഹത്വം ദർശിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാകേണ്ടുന്നത് ഞാൻ വലിയ സംഭവമാണ് എന്നുള്ളതല്ല. ദൈവസന്നിധി ഓരോ സമയത്തും നമ്മൾ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ദൈവം നമ്മളെ മഹത്വത്തിന്റെ
നിറയ്ക്കുമ്പോൾ, ആ ദൈവത്തിന്റെ മഹത്വത്തെ ദർശിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ചിന്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, എനിക്ക് എന്തും കൂടെ മാറ്റം, എൻ്റെ ജീവിതത്തിൽ ഇനി എന്തൊരു മാറ്റം കൂടെ വരുത്തിയാൽ ദൈവം ഏൽപ്പിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും, ദൈവത്തിന്റെ മിഷൻ ഹാലയിൽ നമുക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണെങ്കിൽ, ഹാലെ ഓരോ ദിവസവും നമ്മൾ എന്താ ഒരു ശുദ്ധീകരണത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ലേഖനങ്ങളിലൊക്കെ നമുക്കറിയാം, പൗലോസാണെങ്കിലും പത്രോസാണെങ്കിലും ഹാലേലിയ, യൂദ എല്ലാവരും ഹാലേലൂയ ലേഖനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ദൈവത്തിന് എങ്ങനെ കൊള്ളാകുന്നവരായി മാറാമെന്നാണ്. ഹാലേലൂയ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ ബിജു സിസ്റ്റർ ഒരിക്കൽ സിസ്റ്റർ പറഞ്ഞ്, എന്താ നല്ല മഴ കുടിച്ചിട്ട് മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിക്കുന്നവരാകരുത് നമ്മൾ. നമ്മൾ കുടിക്കുന്ന നല്ല മഴയാണെങ്കിൽ ഹല്ലേലൂയ, അത് കുടിച്ചിട്ട് മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിക്കുന്നവരല്ല നമ്മൾ ആകേണ്ടുന്നത്. എവിടെ പോയാലും കലഹവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നവരല്ല ആകേണ്ടത്. എവിടെ പോയാലും ഹല്ലേലൂയ ആമേൻ തമ്മിൽ തല്ലും ഹല്ലേലൂയ കൊതിയും നുണയും പരദൂഷണം പറയുന്നവരായിട്ടല്ല ആകേണ്ടത്. ഹല്ലേലൂയ ഗോസിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ വായ ദൈവം തന്നിരിക്കുന്നത് നമുക്ക്. ഹല്ലേലൂയ നമുക്ക് ദൈവം തന്നിരിക്കുന്നു നമ്മൾ നിൽക്കുന്നിടത്ത് ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ഇവിടെ നിൽക്കുന്ന ജോലി നിൽക്കുന്ന കൊച്ച് ഇന്നലെ അവിടെ നിന്ന് കിച്ചണിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞത്, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പക്ഷേ ചേച്ചി ചേച്ചി അടുത്ത് വർത്താനം പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഭയങ്കര എനിക്ക് ഭയങ്കര സമാധാനം വരുമെന്ന് പറയും. എന്താ കാര്യം എന്താ? അപ്പം ഞാൻ പറയും, ഇതാ ഞങ്ങൾ ദൈവം ആക്കി വെച്ചേക്കുന്നത്, ഞങ്ങളെ ദൈവം ഏൽപ്പിച്ചേക്കുന്ന പണി ഇത് തന്നെ. കാരണം ഇവിടെ സങ്കടപ്പെട്ടും വിഷമിച്ചും ടെൻഷൻ അടിച്ചിരിക്കുന്നവരെ കൂടുതൽ ടെൻഷൻ ആക്കാനല്ല ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഒരാളോട് 10 മിനിറ്റ് വർത്താനം പറഞ്ഞാൽ അവന് സമാധാനം ലഭിക്കണം, ഇല്ലേ? അവർക്ക് എന്താ നമ്മളൊരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ കേൾക്കുന്നവന് അത് വേണ്ടുന്ന ആവശ്യമുള്ളവന് അവന് കിട്ടും. അത് ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ പോരുമെന്ന. ചിലയിടത്തൊക്കെ നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു കാര്യമില്ല, അവരൊന്നിനൊന്നിന് മോശമായിക്കൊണ്ടിരിക്കുന്ന ചില ആൾക്കാരെ കാണാൻ പറ്റും. അതെന്താ? അവരിരിക്കുന്ന ആൾക്ക് അത് വേണ്ടാത്തത് കൊണ്ടാണ്. പക്ഷെ നമ്മൾ ഒരിടത്ത് ചെന്നാൽ അവിടെ ആശ്വസിപ്പിക്കാൻ കഴിയണം, സമാധാനം കൊടുക്കാൻ കഴിയണം. അവർക്ക് അല്പസമയം നമ്മളോട് സംസാരിച്ച് ഭയങ്കര സന്തോഷം ഉണ്ടാകാൻ കഴിയണം. ഇതിനൊക്കെ ആകണമെങ്കിൽ എന്താ വെച്ചാൽ, നമ്മൾ ആരെയാണ് വഹിച്ചിരിക്കുന്നത് നമുക്കൊരു ബോധം ഉണ്ടാകണം. നമ്മൾ എപ്പോഴും എന്താ പറയാ, നമ്മൾ ഇരിക്കുന്നവന്റെ യോഗ്യത പ്രകാരം നമ്മൾ ആയി മാറണം. ഇന്ന് പലരെയും നമ്മൾ കാണാറുണ്ട് ശുശ്രൂഷകരൊക്കെയാണ് ഭയങ്കര അറിയപ്പെടുന്നവരൊക്കെ. എൻ്റെ കൈ ഞാൻ പൊക്കുമ്പോൾ കയ്യിൽ മഞ്ഞൾ എടുത്തതിനൊക്കെ മഞ്ഞ കളർ കാണുന്നുണ്ടല്ലേ കൈ. അപ്പോൾ പച്ചമഞ്ഞൾ എടുത്ത് അരച്ച് പിഴിഞ്ഞെടുത്തപ്പോൾ അതിൻ്റെ ഇവിടെ നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമ്മൾക്ക് വലിയ ശുശ്രൂഷ ഉണ്ടായെന്ന് പറഞ്ഞിട്ടല്ല, നമ്മൾ ശുശ്രൂഷക്കാരായിരിക്കും. നമ്മൾ ചിലപ്പോൾ മിറക്കിൾസ് ആൻഡ് വണ്ടേഴ്സ് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര പ്രവാചകനായിരിക്കും. പക്ഷെ നമ്മുടെ പെരുമാറ്റം, ആറ്റിറ്റ്യൂഡ് എന്ന് പറയും നമ്മൾ, ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ മറ്റുള്ള മനുഷ്യരെ എന്താ പറയാ നമ്മളോട് അടുപ്പിക്കല്ല, അവർക്ക് സമാധാനമൊക്കെ സന്തോഷം കൊടുക്കുന്നതായിരിക്കും. ഒരിക്കൽ നമ്മുടെ ഷേർലി സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, ആളെ പേരൊന്നും പറയുന്നില്ല, എടുത്ത് തന്ന പാസ്റ്റ് നമ്മളെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒന്ന് കൈ ഇങ്ങനെ പ്രാർത്ഥിച്ചെന്നാക്കി ഭയങ്കര സങ്കടമായിപ്പോൾ സിസ്റ്റർ എനിക്ക്. കാരണം വെച്ചാൽ നമുക്ക് വേണ്ടി ഒന്നും മര്യാദയ്ക്കൊന്നും പ്രാർത്ഥിച്ചില്ല, ഇങ്ങനെ ഒന്ന് ചുമ്മാ കൈ ഒന്ന് കാണിച്ചിട്ട് അങ്ങ് പോയി എന്ന് പറഞ്ഞു. എന്താ ഒരു ദൈവദാസന് അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? നമ്മളെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളൊരു വിഷമം, ആൾക്ക് ഒത്തിരി ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരാളോട് പ്രാർത്ഥിക്കാൻ ചില കുറച്ച് പ്രയാസത്തോടൊക്കെ അല്ലേ, പക്ഷേ അപ്പം നമ്മളെ കാണുമ്പോൾ ഒരു വാക്ക് നിൽക്കാനോ ഒന്ന് പ്രാർത്ഥിക്കാനോ ഒക്കെ അവർ സമയം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നിരാശയും വിഷമവും ഇല്ലേ? നമ്മൾ ഒരാളെ ഒന്ന് പ്രാർത്ഥിക്കും. ചിലപ്പോൾ നമ്മളെന്താ ഇപ്പം ഞാനും കാര്യം വിളിക്കാറില്ല, പണ്ടൊക്കെ ഞാനിങ്ങനെ എനിക്ക് വിഷമം വന്നെങ്കിൽ വിളിക്കും പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാൻ നമ്മളൊരാളെ വിളിക്കുമ്പോൾ എന്താ നമ്മൾ വിളിക്കുന്നത്, എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? നമുക്കതൊക്കെ ഒന്ന് ആ സമയത്ത് നമുക്കൊരു ആശ്വാസം ലഭിക്കാത്തതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത്, അല്ലേ? ശരിയല്ലേ സാറേ? നമ്മളൊക്കെ പ്രാർത്ഥിക്കും, നിങ്ങൾ ആരും പ്രാർത്ഥിക്കാരും വിളിക്കാറില്ലേ? ഞാൻ വിളിക്കാറുണ്ടായിരുന്നു കേട്ടോ, വിളിക്കും. പക്ഷേ ഒരിക്കലൊരു ദൈവദാസനെ വിളിച്ച് പെട്ടെന്ന് പുള്ളി ഫോൺ കട്ട് ചെയ്തിട്ട് പുള്ളി പറഞ്ഞു, എന്താ വിഷയം എന്ന് വെച്ചാൽ മെസ്സേജ് അയക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഞാൻ ഫോണിൽ കൂടെ ആർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറില്ല, വിഷയം അയച്ചു കഴിഞ്ഞ് ഞാൻ എനിക്ക് സമയമുള്ളപ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് മറുപടി അയക്കണം. പുള്ളിയൊക്കെ സെലിബ്രിറ്റിയാ, അതുകൊണ്ടാ നമ്മളെയൊക്കെ ഫോണൊന്നും എടുക്കാൻ പറ്റത്തില്ല മെസ്സേജ്. ഞാൻ അതോടുകൂടി അത് ഡിലീറ്റ് ചെയ്ത്. കാരണം എന്താ വെച്ചാൽ അവർ തിരക്കൊണ്ടായിരിക്കും എന്നുള്ളതാണ് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കുക. പക്ഷെ തിരക്കൊണ്ടാണെന്നല്ല ഞാൻ ഒരാൾക്ക് എന്താണ് ആവശ്യം. ഞാൻ പണ്ടൊക്കെ എപ്പോഴും പറയും, നമുക്ക്
ഒരു ഗ്ലാസ് ചാകം അരിക്കാൻ പോകും, ഒരു ഗ്ലാസ് വെള്ളം വേണം ഇപ്പോൾ. അല്ലേ, ആ സമയത്ത് അത് കിട്ടായിരുന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരാളൊരു കുടം വെള്ളം കൊണ്ട് തന്നിട്ട് വലിയ കാര്യമുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. ഇവിടെയൊക്കെ എന്താണ് നമ്മൾ എന്തായിരിക്കണം, എന്താകണമെന്ന് ആരെ കണ്ടു പഠിക്കണമെന്ന് വെച്ചാൽ കർത്താവ് യേശുക്രിസ്തുവിനെ കണ്ട് തന്നെ പഠിക്കണം. ഞാൻ ഇന്നലെ ഞങ്ങളുടെ അവിടെ നിൽക്കുന്ന കൊച്ചിനോട് സംസാരിച്ചപ്പോൾ അതിനോട് ഞാൻ പറഞ്ഞ്, ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയൂ. കർത്താവ് ഭൂമിയിൽ വന്നിട്ട് അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുക എൻ്റെ അടുക്കിലേക്ക് വരുമെന്നാണ് വിളിച്ചത്. കർത്താവ് പോയതും ആമയും മുക്കുവന്മാരുടെയും പാവപ്പെട്ടവരുടെയും ആമയും എന്താ പറയാ, അത്ര അങ്ങനെയുള്ള ആൾക്കാരുടെ വീട്ടിലേക്കാണ് പോയേക്കുന്നത്. കർത്താവ് ഒരു സമ്പന്നന്റെ വീട്ടിൽ പോയെന്നായിട്ട് നമ്മൾ അവിടെ പണം ആ ചുങ്കക്കാരൻ്റെ വീട്ടിൽ പോകും. അത് ചുങ്കക്കാരനായതുകൊണ്ട് അവന് പാപി ആയതുകൊണ്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ അല്ലാതെ അടുത്തേക്കൊന്നും കർത്താവ് പോയതായിട്ട്. അപ്പൊ അതിന്റെ കർത്താവിന് അവൻ കഷ്ടത അനുഭവിക്കുന്ന ഭാരം ചുമക്കുന്നവർക്കും വിഷമമുള്ളവർക്കും പ്രയാസമുള്ളവർക്കിലേക്ക് വരാൻ ഇഷ്ടം. അതുകൊണ്ടാണ് തന്നോട് ദൈവത്തിന് ഇത് തോന്നുന്നത്. എന്താ പറയാ, കർത്താവ് യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ സമാധാനമൊക്കെ കിട്ടുന്നതിന്റെ കാര്യം ഇതാ. കാരണം എന്താ, കർത്താവിൻ്റെ ഇടയ്ക്കിലേക്ക് വരും, നിങ്ങളുടെ മുഖം ഇങ്ങോട്ട് കൊണ്ട് എത്ര പാരം ഇങ്ങോട്ടോ ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞു കർത്താവ്. എന്ന് അപ്പൊ കർത്താവിന്റെ സ്വഭാവം അതായിരിക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യെശയ്യാവ് അതുവരെ രാജാവിന് അവിടെ അത്രയും ആ പൊസിഷൻ അതിന് അതുപോലെ രാജകൊട്ടാരത്തിൽ കയറി ഉസിയ രാജാവിന്റെ റിലേറ്റീവ് ആയിരുന്നതൊക്കെ പറയാൻ തുടങ്ങും. അപ്പൊ അത്രത്തോളം നിന്ന യെശയ്യാവിന് അത്രയും നാൾ തോന്നിക്കാണോ ഞാൻ വലിയ കേമനാന്ന് തോന്നിക്കാണോ? അല്ലേ? ഇപ്പം രാജാക്കന്മാരുടെ ഒക്കെ ബന്ധുക്കളൊക്കെ ആകുമ്പോഴത്തേനും, അല്ലെങ്കിൽ അവിടെ കൊട്ടാരത്തിൽ എപ്പോഴും കയറാനും ഇറങ്ങാനും ഒക്കെ സൗകര്യമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് തോന്നലുണ്ടാവും, ഇവർ കണ്ടില്ല, അവരെ കണ്ടില്ല, അവരെ കുറ്റപ്പറി, ഇവരെ കുറ്റപ്പറിയൊക്കെ നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ആ ദർശനത്തെ ദൈവത്തിന്റെ ആ വിഷൻ കണ്ടപ്പോൾ, ആ മഹത്വത്തെ ഒന്ന് ദർശിച്ചു കഴിഞ്ഞപ്പോൾ യെശയ്യാവിന് മനസ്സിലായി, എനിക്ക് യോഗ്യതയൊന്നുമില്ല, ഞാൻ ആരാണ് എന്നൊരു ബോധം അവിടെ ഉണ്ടാകുന്നു. അതിനുശേഷമാണ് ശരിക്കും പറയാം യെശയ്യാവിന്റെ പ്രവചനം നമ്മൾ വായിക്കാം. നമുക്ക് 5 അധ്യായം വരെയും, 5 അധ്യായം കഴിഞ്ഞ് 6-ാം അധ്യായം കഴിയുമ്പോഴത്തേനും ഭയങ്കര ഡിഫറൻസ് അല്ലേ. എന്താ പറയുക, 7-ാം അധ്യായം തന്നെ വിളിച്ചു പറഞ്ഞു എന്നെ ഗർഭം ധരിച്ച് ഭവനെ പ്രസവിക്കുന്നൊക്കെ, ഇതൊക്കെ പറയാൻ ധൈര്യം കാണിച്ചതും അതിനെ എല്ലാത്തിനും യെശയ്യാ പ്രവാചകൻ അത്രത്തോളം ഒരു ടാസ്ക് അത്രത്തോളം ഒരു മിഷൻ ദൈവം ഏൽപ്പിക്കാൻ കാരണം എന്താ വെച്ചാൽ യെശയ്യാവിന്റെ അശുദ്ധിയെ തിരിച്ചറിഞ്ഞു, കുറവിനെ തിരിച്ചറിഞ്ഞു, ദൈവസനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ നമ്മൾ കാണുന്നു പത്രോസ് ദൈവസനത്തിന്റെ കാൽക്കൽ ചെന്ന്, കർത്താവിന്റെ കാൽക്കിലേക്ക് ചെന്നങ്ങ് വീണ് പാവിയ ഞാനെന്ന് പറഞ്ഞു. എത്ര പേര് ഈ ദിവസങ്ങളിൽ നമ്മൾ എപ്പോഴൊക്കെ ദൈവസന്നിധി ഞാൻ പാപിയാണ് കർത്താവിലേക്ക്, എനിക്ക് കുറവുണ്ടപ്പ, നീ വിളിച്ചിട്ട് ഞാൻ അതിന് നീ വിളിച്ചതുപോലെ തിരഞ്ഞെടുത്ത പോലെ യോഗ്യ ഇതുവരെ തീരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ആ കാൽക്കൽ വീണെന്ന് പറയാനായിട്ട് മനസ്സ് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ എന്തൊക്കെയോ ആണെന്നോ, നമ്മൾ എന്തൊക്കെയോ സംഭവം, എനിക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാം, എനിക്ക് നന്നായി പ്രവചിക്കാൻ അറിയാം, എനിക്ക് നന്നായിട്ട് എന്താ പറയുക ഹീലിംഗ് മിനിസ്റ്റർ ചെയ്യാൻ അറിയാം, എനിക്ക് അതറിയാം ഇതറിയാം എന്നുള്ള അഹങ്കാരത്തിലാണോ നമ്മൾ നിൽക്കുന്നത്? അതോ നമ്മൾ ദൈവമേ എനിക്ക് കുറവ്, എൻ്റെ കുറവ് എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണോ നമ്മൾ നിൽക്കുന്നത്? അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾക്ക് ദൈവം ഈ വചനം വെറുതെ തരത്തില്ല. ഞാൻ പറയാം, എനിക്ക് തന്ന ദൈവം ഈ വചനം എൻ്റെ കുറവുകളെ കുറിച്ച് ഓരോ ദിവസവും ബോധ്യപ്പെടുത്താൻ വേണ്ടി ദൈവം നമ്മൾ സംസാരിക്കുന്നത്. എൻ്റെ പ്രശ്നം എൻ്റെ അതരമാണ് എന്ന് എനിക്കറിയാം. ശുദ്ധിയില്ലാത്ത അതരമുള്ള വ്യക്തിയാണ് ഞാൻ. ദൈവമേ ആ സന്നിധിയിലേക്കൊന്ന് വീണ് ആ സന്നിധിയിലേക്കൊന്ന് ഏറ്റു പറയുമെങ്കിൽ ഞാൻ പറയും, ഇന്നത്തെ ദിവസം ദൈവം സ്വർഗത്തിൽ നിന്ന് അവിടെ പറയും, സ്വർഗത്തിൽ നിന്ന് എന്താ പറയാ, ഒരു തീക്കൽ എടുത്തുകൊണ്ട് യേശയ്യാവിന്റെ വായ തൊട്ടെന്ന് തന്നെ എഴുതിയേക്കുന്നത്. ആ സ്വർഗത്തിൽ നിന്ന് ഒരു തീക്കരൽ അവിടെ ആണെങ്കിൽ ആ തീ തന്നെയാണ് നമ്മളെ തൊട്ടുകൊണ്ടിരിക്കുന്നത്. എന്താ പരിശുദ്ധാത്മാവെന്ന തീ നമ്മൾ ഓരോ ദിവസവും സ്പർശിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ആ പരിശുദ്ധാത്മ സ്പർശനം എവിടെയാണ് നമ്മൾ അശുദ്ധിയുള്ള അവിടെ ഒന്ന് തൊട്ട് ഒന്നുകൂടെ നമ്മളെ ഒന്ന് ശുദ്ധമാക്കി നമ്മളെ ദൈവത്തെ കൊള്ളാവുന്നവരാക്കി മാറ്റുവാൻ ഇടയാകണമെന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവസേന നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആ പരിശുദ്ധാത്മാവിനെ ശുദ്ധീകരിക്കാൻ കഴിയത്ത ഒന്നുമില്ല. എത്ര പാഴും ശൂന്യമായി കിടന്നാലും നമുക്കറിയാം, ഭൂമി പാഴും ശൂന്യമായിരുന്നു. അവിടെ പരിശുദ്ധാത്മ വെള്ളത്തിന്മേൽ ആഴത്തിൽ പരിവർത്തിച്ചപ്പോൾ ആ ഭൂമി ഇന്ന് നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ അത്രത്തോളം മനോഹരമായ ഒരു കാര്യമാക്കി മാറ്റാൻ കഴിഞ്ഞെങ്കിൽ നമ്മൾ എന്ത് അശുദ്ധി ഉണ്ടെങ്കിൽ, നമ്മൾ എന്ത് കുറവുണ്ടെങ്കിൽ പരിശുദ്ധാത്മ നമ്മളൊന്ന് പരിവർത്തിച്ചു കഴിഞ്ഞാൽ അതിനെ ശുദ്ധമാക്കുവാൻ കഴിയും.
അതിനെ നല്ലതാക്കാൻ കഴിയും. അപ്പോൾ ആ സന്നിധിയിലേക്ക് നമുക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ദിവസം ഹല്ലേലൂയ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ദിവസമാണ് ഇന്ന്. ഹല്ലേലൂയ നമ്മുടെ 100 മണിക്കൂർ പ്രെയർ കഴിയുന്ന ദിവസമാണ്. ഇന്ന് നമ്മൾ 3 മണിക്കൂർ ദൈവത്തിന് ഇരിക്കുന്ന ദിവസം കൂടെയാണ്. ഇന്ന് ദൈവത്തിന് 3 മണിക്കൂർ ഇരിക്കുമ്പോൾ, ഇന്നിപ്പോൾ നമ്മൾ മെസ്സേജ് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ആ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൽ നിന്ന് താഴ്ത്തി കൊടുക്കാം. നമ്മൾ എവിടെയാണ് നമുക്ക് യോഗ്യത ഇല്ലാത്തത്, എന്തുകൊണ്ടാണ് ദൈവത്തിന് ഇതിനെ തിരഞ്ഞെടുത്തിട്ടും ഇത്ര നാളായിട്ട് ഉപയോഗിക്കാൻ കഴിയാതിരിക്കുന്നത്, അവിടെ ദൈവത്തിന്റെ കുറവ് കൊണ്ടല്ല ഒരിക്കലും നമ്മളെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഉപയോഗിക്കാൻ കഴിയും, നമ്മുടെ കുറവുകൾ കൊണ്ട് തന്നെയാണ്. അത് നമ്മളെ വിളിക്കാൻ ദൈവത്തിനടുത്ത് നമുക്ക് ഈ കുറവുള്ളതെന്ന് അറിയാം. ഈ കുറവോട് കൂടി തന്നെ ദൈവം നമ്മളെ വിളിച്ചത്. ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരാണ്. ഇതെല്ലാം ആണെങ്കിലും നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കുറവുകൾ അത് ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട്. നമ്മൾ പറഞ്ഞേക്കുന്ന മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അത് എന്താണെന്നുള്ളത്. മനസ്സിലാക്കിയിട്ട് നമ്മൾ രൂപാന്തരപ്പെടണം. ദൈവം രൂപാന്തരപ്പെടുത്താന്നല്ല പറഞ്ഞത്, വിശദീകരണം. നമ്മുടെ പ്രോസസ്സിംഗ് ആണത്. എങ്ങനെയാ? നമ്മൾ കേൾക്കുന്ന വചനത്താലും ദൈവത്തിന്റെ സാന്നിധ്യത്താലും നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മളെ ശുദ്ധരാക്കണം. ഏലിയാവ് തളർന്ന് ഗുഹയ്ക്കുള്ളിൽ പോയി കിടന്നപ്പോൾ ഹല്ലേലൂയ ആമേൻ, അവിടെ ഏലിയാവിനെ ദൈവം വിളിച്ചിട്ട് എന്ത് പറഞ്ഞതറിയാ? എന്ത് ചെയ്ത്? നിനക്കെന്താ അവിടെ കാര്യം എന്നൊക്കെ ചോദിച്ചു. അവിടെ ദൂതൻ പോയിട്ട് മറ്റടുത്ത് തട്ടി കൊടുത്ത് ആദ്യം എന്ത് ചെയ്യുന്നറിയാ? ഏലിയാവിന് അപ്പവും അടയും വെള്ളവും കൊടുക്കുന്നുണ്ടായിരുന്നു. അല്ലേ? എന്താ? ക്ഷീണിച്ചിരിക്കുക, തളർന്നിരിക്കുക, നിരാശപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ ഒന്ന് ഉണരണമെങ്കിൽ അപ്പവും വെള്ളം വേണം. എന്താ അപ്പം? ഹല്ലേലൂയ ആമേൻ, ദൈവത്തിന്റെ വചനമാണ് അപ്പമെങ്കിൽ വെള്ളം എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത്. ഇത് രണ്ടും കൊടുത്തു കഴിയുമ്പോഴാ ബലപ്പെടുത്തി 40 രാവും 40 പകലും നടന്നു. അപ്പൊ നമുക്ക് ഓരോ ദിവസം നമ്മൾ തളർന്നു പോകുമ്പോൾ, നമ്മൾ ക്ഷീണിച്ചു പോകുമ്പോൾ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാകുന്ന സമയത്ത് ദൈവം നമുക്ക് തരുന്നത് തന്നെയാണ്. അല്ലേ? വചനത്താലും പരിശുദ്ധാത്മാവിലും തന്നെയാണ് നമ്മളെ വീണ്ടും നമ്മളെ ബലപ്പെടുത്തുന്നതും നമ്മളെ നടത്തുന്നതും. അപ്പൊ നമ്മൾ ഓരോ ദിവസം നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നത് എല്ലാം നമുക്കുണ്ടെങ്കിലും ഓരോ ദിവസം കഴിയും തോറും നമ്മളെ വെറുതെ വിളിച്ചിരിക്കുന്നതല്ല. ഇന്നും നമ്മൾ പറയും വിശ്വാസം എന്നൊക്കെ. ഞാൻ വന്നിട്ട് 10 വർഷമാകാൻ പോകുന്നത്. മെയ് 5 ഞാൻ 10 വർഷം വിശ്വാസം വന്നിട്ട്. ഈ 10 വർഷം ദൈവം എന്താ നമ്മളെ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മളെ ഇതിലൂടെ എല്ലാം കടത്തി കൊണ്ടുപോയത് എന്താന്ന് വെച്ചാൽ, ദൈവത്തിന് കൊള്ളാവുന്ന വ്യക്തിയായി ദൈവം നമ്മളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ദൈവത്തിന് വലിയൊരു മിഷൻ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഒരു വിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു മിഷനിലേക്ക് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ ഓരോ ഓഫീസുകളിലൊക്കെ നമ്മൾ പ്രൊഫൈലൊക്കെ എടുക്കുമ്പോൾ ആണ് വിഷൻ ആൻഡ് മിഷൻ അവിടെ എഴുതും. എന്താ? അതാണ് അവരുടെ വിഷൻ അവർക്ക് കൊടുത്തു, ഇന്നതാണ് അത് ചെയ്യാന്നുള്ള മിഷനും ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ വിഷനൊക്കെ തന്നു, മിഷൻ ഇവിടെ കിടക്കുക. പലപ്പോഴും നമുക്ക് ഓരോരുത്തരും തോന്നിയിട്ടില്ല, ചോദിച്ചിട്ട് ഞാൻ ചോദിക്കാറ്, ദൈവസന്നിധി ചോദിക്കാറുണ്ട്. നമ്മൾ എപ്പോഴാ ദൈവമേ, എന്തുകൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റാത്ത, എന്തുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റാത്ത, വാക്തത്വങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇത് പ്രാപിക്കാൻ പറ്റാത്തതെന്ന് നമ്മൾ ചോദിക്കാറ്, നമ്മൾ ആലോചിക്കാറുണ്ടല്ലേ? എത്ര വർഷം ഇത് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ചിന്ത എന്താ? നാളെ തുടങ്ങി ഞാൻ ഇതൊക്കെ അങ്ങ് ചെയ്യുമെന്ന് അല്ലേ? കേൾക്കുമ്പോൾ ആരും വിചാരിച്ചിട്ടുണ്ടോ ഇത് 10 വർഷം കഴിഞ്ഞ് ചെയ്യത്തോളം ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. കേൾക്കുന്ന നിമിഷം നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ നാളെ അങ്ങോട്ട് സംഭവിക്കുമെന്ന് വിചാരിച്ചേക്കുന്നു. ഞാനൊക്കെ അങ്ങനെ ചിന്തിച്ച ആളാണ് കേട്ടോ. എന്ന് വെച്ചാൽ പറഞ്ഞാൽ അപ്പം പിറ്റേ ദിവസം ഇറങ്ങി ഞാൻ ഇതൊക്കെ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്ക് അത്രയും ഒന്നും ചെയ്യാനോ അത്രയും ഒന്നും പോകാനോ ഒന്നും സാധിക്കുന്നില്ല. ഹല്ലേലൂയ. എന്തൊക്കെയോ കെട്ടുപാടുകൾ നമ്മൾ ചുറ്റിക്കിടക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇവിടെ എന്തുകൊണ്ടാണ് അത് കിടക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്കിന്ന് മനസ്സിലായ കാര്യം വെച്ചാൽ ഈ ചുറ്റുപാടിലും കെട്ടുപാടുകളും ഒന്നുമല്ല നമ്മളെ തടസ്സപ്പെടുത്തിയിരിക്കുന്നത്, നമ്മൾ നമ്മുടെ കുറവുകളെ തിരിച്ചറിയാത്തതാണ്. നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കാത്തതാണ്. നമ്മൾ ദൈവസേന നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാത്തതാണ് കാരണം. നമ്മൾ നമ്മുടെ കുറവുകളെ തിരിച്ചറിഞ്ഞ് നമ്മളെ ദൈവസേന ഏൽപ്പിച്ചു കൊടുത്ത് നമ്മളൊന്ന് ശുദ്ധീകരണം പ്രാപിക്കുക. അടുത്ത സെക്കൻഡ് ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കും. പുറപ്പെടുക, ഇവിടെ കയറി വരിക,
ഹാല ഇതൊക്കെ കേൾക്കാൻ പറ്റും. പക്ഷേ ഹാല ഇവിടെ എല്ലാം നമ്മൾ ഇന്ന് ഹാല യെശയ്യാ പ്രവാചകൻ പറയുന്ന അമ്മ ആരെനിക്ക് വേണ്ടി പോകുമെന്ന ശബ്ദം അതിനു മുമ്പ് ദൈവം കേട്ടില്ല. ഹാല ശുദ്ധീകരണം പ്രാപിച്ച് കഴിഞ്ഞ അടുത്ത സെക്കൻഡിൽ കേട്ട് ഹാല ആരെനിക്ക് വേണ്ടി പോകും. അതുപോലെ നമ്മൾ ഒന്ന് ശുദ്ധീകരണം ഏൽപ്പിച്ചു കൊടുത്താൽ ആ ശുദ്ധീകരണം പ്രാപിക്കുന്ന അടുത്ത സെക്കൻഡ് നമ്മൾ കേൾക്കും. ദൈവം നമ്മളെ അടുത്ത പ്രോജക്റ്റ് നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിക്കും. ഹാലലിയ ദൈവത്തിന്റെ ഹാലയിലെ ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യാൻ വേണ്ടി ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഏതായിട്ട് ഓരോ എക്സ്ക്യൂസുകളും പറഞ്ഞ് നമുക്ക് മാറാൻ ഇഷ്ടമില്ലാത്ത ചിലതിലൊക്കെ നമ്മൾ ഇപ്പോഴും മുങ്ങിക്കിടക്കുകയാണെന്നേ. ആ പന്നികളെ ആ പന്നിക്കൂട്ടിൽ നിന്നൊക്കെ നമ്മളൊന്ന് എഴുന്നേൽക്കുക. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഹാലേലിയ ദൈവസന്നിധിയിലേക്ക് നടന്നു ചെന്നാൽ നിങ്ങൾ ദൈവത്തോട് അടുത്ത് വരുന്നത് അവൻ നിങ്ങളോട് അടുത്ത് വരുമെന്ന് പറഞ്ഞേക്കുന്നത്. നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ പ്രഭാതം നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവസന്നിധിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. നമ്മൾ എവിടെയാണ് അശുദ്ധി നമുക്കുള്ളതെന്ന് അതിനെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിന്റെ സന്നിധി ഒരു ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ആ തീ നമ്മളെ ഒന്ന് തൊടട്ടെ ഇന്ന്. ആ തീ നമ്മളെ ഇന്നൊന്ന് ശുദ്ധീകരിക്കട്ടെ. ആ ശുദ്ധീകരണത്തോടുകൂടി നമുക്ക് ദൈവശബ്ദം പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ദൈവം ഏൽപ്പിക്കുന്നെങ്കിൽ അത് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു യാത്ര നമുക്കും സ്റ്റാർട്ട് ചെയ്യും. വചന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.